ഹായ്, വെൽക്കം ബാക്ക് ടു ടേൺ ടു ലേൺ. ടേൺ ടു ലേണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 പൊളിറ്റിക്കൽ സയൻസിലെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള പൊളിറ്റിക്കൽ തിയറീസിലെ രണ്ടാമത്തെ പാഠം, അഥവാ പൊളിറ്റിക്കൽ സയൻസിലെ 12ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലിബർട്ടി എന്നുള്ള സ്വാതന്ത്ര്യം എന്നുള്ള പാഠത്തിൽ നിന്നാണ് നമ്മൾ ആ പാഠത്തിൻ്റെ ഡിസ്കഷനാണ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. 4 മാർക്കാണ് ഈ പാഠത്തിന് വെയിറ്റേജ് നൽകിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും ഹാം പ്രിൻസിപ്പിൾ എന്താണ് ഹാം പ്രിൻസിപ്പിൾ, വാട്ട് ഈസ് ദ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ലിബർട്ടി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് പുസ്തകങ്ങൾ ആരൊക്കെയാണ് എഴുതിയത് എന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. വളരെ സിമ്പിളാണ്. 4 മാർക്ക് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടാത്ത രീതിയിൽ നിങ്ങൾ പഠിച്ചെടുക്കുക. ദെൻ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഹാം പ്രിൻസിപ്പിൾ ജോൺ സ്റ്റുവാർട്ട് മില്ലാണ്, JS മില്ലാണ് ഹാം പ്രിൻസിപ്പിൾ. അപ്പോൾ ഇത് ചോദ്യം 1 വേർഡായിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ആരാണ് ഹാം പ്രിൻസിപ്പിൾ കൊണ്ടുവന്നിട്ടുള്ളത്? ഹാം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് റിഗാർഡിങ് ആക്ഷനും അതേഴ്സ് റിഗാർഡിങ് ആക്ഷൻ, ഈ 2 കാര്യമാണ് ഹാം പ്രിൻസിപ്പിളിൽ നമ്മൾ പഠിക്കുന്നത് JS മില്ലിൻ്റെ. അതായത് എന്താണ് സെൽഫ് റിഗാർഡിങ് ആക്ഷൻ? ഒരു വ്യക്തിയുടെ പ്രവൃത്തി ആ വ്യക്തിയെ മാത്രം ബാധിക്കുന്നതാണെങ്കിൽ, അതിൻ്റെ കോൺസിക്വൻസ് അയാളെ മാത്രം ബാധിക്കുന്നതാണെങ്കിൽ അതിനെ സെൽഫ് റിഗാർഡിങ് ആക്ഷൻ എന്ന് പറയുന്നത്. അയാളുടെ പ്രവൃത്തി കൊണ്ട് അയാൾക്ക് മാത്രമാണ് ബുദ്ധിമുട്ടെങ്കിൽ അതെന്ത് ചെയ്യേണ്ട? ബാഹ്യ നിയന്ത്രണം വേണ്ട എന്നാണ് ജോൺ സ്റ്റുവാർട്ട് മില്ല് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ പരമാധികാരി ആ വ്യക്തി തന്നെയാണ്. അപ്പോൾ അതിൽ രാഷ്ട്രമോ ഭരണകൂടമോ ഇടപെടേണ്ട. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ ആരാണ് സഹിക്കേണ്ടത്? അയാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാഹ്യമായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ കൺട്രോൾ അവിടെ വേണ്ട എന്നുള്ളതാണ്. ദെൻ JS മില്ലിൻ്റെ അനിതത്വത്തിൽ മറ്റൊരു പോയിൻ്റാണ് അതേഴ്സ് റിഗാർഡിങ് ആക്ഷൻ, അപരസംബന്ധിയായിട്ടുള്ള പ്രവൃത്തി എന്നുള്ളത്. അതായത് ഒരാളുടെ പ്രവൃത്തി കൊണ്ട് സമൂഹത്തിലെ മറ്റുള്ളവരെ ബാധിക്കുകയാണെങ്കിൽ അതിനെ നിയന്ത്രണ വിധേയമാക്കണം. ഓക്കെ, അതിനെ ഗവൺമെൻറ് ഭരണകൂടം എന്ത് ചെയ്യണം? നിയന്ത്രണം ഏർപ്പെടുത്തണം. അപ്പോൾ ആ സ്വാതന്ത്ര്യം നിയന്ത്രണ വിധേയമാക്കണം എന്നുള്ളതാണ് ആം പ്രിൻസിപ്പിൾ. അപ്പോൾ ആ ആം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് റിഗാർഡിങ് ആക്ഷനും അതേഴ്സ് റിഗാർഡിങ് ആക്ഷനും ഉണ്ട്. ഒരാളെ പ്രവൃത്തി കൊണ്ട് അയാൾക്ക് മാത്രമാണ് ബുദ്ധിമുട്ടെങ്കിൽ ബാഹ്യ നിയന്ത്രണം വേണ്ട എന്നാണ് JS മില്ല് പറയുന്നത്. ദെൻ അതേഴ്സ് റിഗാർഡിങ് സമൂഹത്തിലെ മറ്റുള്ളവരെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ അതിൽ ഗവൺമെൻറ് ഇടപെടണം, അല്ലെങ്കിൽ ഭരണകൂടം ഇടപെടണം എന്നുള്ളതാണ്. ദെൻ വാട്ട് ഈസ് എ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ലിബർട്ടി എന്നുള്ളത് ചോദിക്കും. ഇതിൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് വാട്ട് ഈസ് എ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ലിബർട്ടി എന്നുള്ളത്. ഓക്കെ, എന്താണ് പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ലിബർട്ടി ചോദിക്കുന്ന ചോദ്യമാണ്. ഇതിൽ യാതൊരു നിയന്ത്രണമില്ലാത്ത സ്വാതന്ത്ര്യമാണ്, വ്യക്തികൾക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാനുള്ള സാഹചര്യമാണ്. നിയന്ത്രണങ്ങളില്ലാത്ത പരിപൂർണ സ്വാതന്ത്ര്യമാണ് നിഷേധാത്മകമായിട്ടുള്ള നെഗറ്റീവ് ലിബർട്ടി. ഇവിടെ കയ്യൂക്കുള്ളവനാണ് കാര്യക്കാരനായിട്ട് വരുന്നത്. ഇവിടെ ഒരു തരത്തിലുള്ള ബാഹ്യമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടാവില്ല എന്നുള്ളത്. ക്രിയാത്മക സ്വാതന്ത്ര്യം, പോസിറ്റീവ് ലിബർട്ടി എന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടുള്ള സ്വാതന്ത്ര്യം അനുവദിക്കും. അപ്പോൾ മാത്രമേയാണ് നമ്മുടെ സ്വാതന്ത്ര്യം എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സമൂഹത്തിലെ എല്ലാവരുടെയും സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ചെറിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. ഇന്നത്തെ എല്ലാ ജനാധിപത്യ രാജ്യങ്ങളും ക്രിയാത്മക സ്വാതന്ത്ര്യമാണ് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ഒരു നിയന്ത്രണങ്ങളും ഇല്ലാതെ ഇരുന്നാൽ സമൂഹം അരാജകത്വത്തിലേക്ക് വഴിവെക്കും. അതുകൊണ്ട് പോസിറ്റീവ് ലിബർട്ടിയാണ് ശരിയായിട്ടുള്ള ഏർപ്പാട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഇനി ഇതിലെ ഗ്രന്ഥങ്ങളും എഴുത്തുകാരെയും നിങ്ങൾ പരിചയപ്പെടേണ്ടതുണ്ട്. മാച്ച് ദ ഫോളോവിങ്സ് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നതാണ്. ലോങ് വാക്ക് ടു ദി ഫ്രീഡം, സ്വാതന്ത്ര്യത്തിലേക്കുള്ള നടത്തം, നെൽസൺ മണ്ടേലയുടെ പുസ്തകമാണ്. ദെൻ ഫ്രീഡം ഫ്രം ഫിയർ, ആങ് സാങ് സൂകിയാണ്. സ്വാതന്ത്ര്യത്തിലേക്ക് ഓൺ ലിബർട്ടി, JS മില്ലാണ്. രാമായണ റീടോൾഡ്, ഒബ്രോയ് മേനോനാണ്. സാറ്റാനിക് വേഴ്സ് എഴുതിയിട്ടുള്ളത് സൽമാൻ റുഷ്ദിയാണ്. ദെൻ വാട്ടർ എന്നുള്ള സിനിമ എഴുതിയിട്ടുള്ളത് ദീപ മേത്തയാണ്. ആൻഡ് ടു ദി ലാസ്റ്റ് എന്നുള്ളത് ജാൻ റസ്കിൻ്റെ. ഇന്ത്യ സ്വരാജ് നേരത്തെ നമ്മൾ പറഞ്ഞ മഹാത്മാഗാന്ധിയാണ്. പൊളിറ്റിക്സ് അരിസ്റ്റോട്ടിലാണ് പൊളിറ്റിക്സ് എന്നുള്ള ബുക്ക് എഴുതിയിട്ടുള്ളത്. റിപ്പബ്ലിക് എന്നുള്ള ബുക്ക് എഴുതിയിട്ടുള്ള പ്ലാറ്റോ ആണ്. ദ പ്രിൻസ് എന്നുള്ള ബുക്ക് എഴുതിയിട്ടുള്ള മാക്കിയവെല്ലിയാണ്. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ മാച്ച് ദ ഫോളോയിങ്ങിൽ ലോങ് വാക്ക് ടു ദി ഫ്രീഡം എന്നുള്ളത്
ദെൻ വാട്ടർ എന്ന് പറഞ്ഞാൽ ഒബ്രോയ് മാനോനാണ്, വാട്ടർ എന്നുള്ളത് ദീപ മേത്തയുടെ ആണ്. ദെൻ രാമായണ റീടോൾഡ് എന്നുള്ളത് ഒബ്രോയ് മാനോൻ്റെ ആണ്. ഓക്കെ, കറക്റ്റാണ്, നോക്കാം. ദെൻ അടുത്തത് ഇതുപോലെ തന്നെ ഒരു മാത്സ് ഫോളോയിങ്സ് ചോദിച്ചിട്ടുണ്ട്. സാറ്റാനിക് വേഴ്സ് സൽമാൻ റുഷ്ദിയുടേതാണ്. ഹിന്ദ് സ്വരാജ് മഹാത്മാഗാന്ധിയുടേതാണ്. ദെൻ ഓൺ ലിബർട്ടി ജെഎസ് മില്ലാണ്. ദെൻ റിപ്പബ്ലിക് പ്ലാറ്റോയുടെ ആണ്. ഇത്തരത്തിലുള്ള ചേരുംപടി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്. ദെൻ നമുക്ക് നേരത്തെ തന്നിട്ടുള്ളത് പോലെ തന്നെ റൈറ്റ് ഓൺ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ലിബർട്ടി എന്നുള്ളത് ഓക്കെ, ബാഹ്യമായിട്ടുള്ള നിയന്ത്രണമില്ലാത്ത ഇതാണ് നെഗറ്റീവ് ലിബർട്ടി. ദെൻ എന്തും ചെയ്യാനുള്ള അവസ്ഥയാണ് നെഗറ്റീവ് ലിബർട്ടി എന്ന്. പോസിറ്റീവ് ലിബർട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉള്ളതാണ് എന്നുള്ളത്. ഹാനി തത്വം എന്താണെന്ന് വിശദീകരിക്കുക എന്ന ആശയത്തോട് ബന്ധപ്പെട്ട ചിന്തകൻ ആരെന്ന് കണ്ടെത്തുക. ജെഎസ് മില്ലാണ്. ഒരാളുടെ സെൽഫ് റിഗാർഡിങ് ആക്ഷനും അതേഴ്സ് റിഗാർഡിങ് ആക്ഷൻ, ഇത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇത് മാത്രമാണ് ഈ പാഠത്തു നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.